4 ദിവസം കഴിഞ്ഞ് ഭക്ഷണമില്ലാണ്ട്, എന്നിട്ട് ഒരു കുപ്പി കള്ളും അതോടൊപ്പം പന്നിമാംസം, പോർക്ക്, പന്നിമാംസം വേവിച്ചതും കൊണ്ടുപോയി കൊടുത്തു, ജയിലിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഒരു മനുഷ്യൻ കുടുങ്ങുന്ന നേരത്ത് ഇത് ഹലാലാണെന്ന് നീ എനിക്ക് വിധിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, വേറെ ഒരു ഭക്ഷണമില്ല, ഒന്നും കയ്യിലില്ല, ഒരു വെള്ളവുമില്ല, തൊണ്ട വരണ്ട് മരിക്കാൻ പോവാൻ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവനവന്റെ ജീവൻ നിലനിർത്താൻ മാത്രം ഒരു ഹറാം അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ നേരത്തൊരു മാംസം അതേ ഉള്ളൂ, വേറെ ഒന്നും ഒരു ഭക്ഷണവും ലഭ്യമല്ല. ആ ഒരു പന്നിമാംസം കഴിച്ചില്ലെങ്കിൽ അവൻ ജീവൻ അപകടത്തിലാണ്, അവൻ മരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് അനുവദി ഇല്ലാ മൗതുരിർത്തും എന്ന് ഖുർആൻ പറഞ്ഞതിനർത്ഥം അതാണ്, നിങ്ങൾക്കൊരു നിർബന്ധമായ ഒരു സാഹചര്യം. യൂറോപ്പിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ എത്രയോ ആളുകൾ ഷെങ്കൻ വിസ എടുത്ത് പോകും. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും സ്വിറ്റ്സർലൻഡും ഒക്കെ കണ്ടുപോരാം. അവിടുത്തെ മീറ്റ് ഹലാൽ മീറ്റ് ആവണമെന്നില്ല, അവിടുത്തെ ചിക്കൻ ഹലാൽ ചിക്കൻ അല്ല. വേറെ നിർവാഹമല്ലല്ലോ എന്ന് പറഞ്ഞ് കഴിക്കും. വേറെ നിർവാഹം വെജിറ്റേറിയൻ കഴിക്കൂടെ, സീ ഫുഡ് കഴിച്ചൂടെ? അതിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത്. ജീവൻ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മി ജയിലിലാണ്, കൊണ്ടുപോയി കൊടുത്തു. ആ ഭക്ഷണത്തോട് രാജാവ് പരീക്ഷിക്കുകയായിരുന്നു ഈമാന്റെ അളവ്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം മുഅ്മിനെ, എന്താ നമ്മളെ ഈമാനും നമ്മളും തമ്മിലുള്ള അവസ്ഥ എന്താണ്? ആ മഹാനൊരു വാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ, അല്ലാഹുവേ, ജീവിതത്തോട് മല്ലടിക്കുന്ന, മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യന് ദാഹാർത്തനായവന്റെ മുമ്പിൽ നീ ഹറാമായ വെള്ളവും ഹറാമായ മദ്യവും നീ ഹലാല് പോലെ അനുവദിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം റബ്ബേ. ഈ മാംസം എനിക്കിപ്പോൾ കഴിക്കൽ ഹലാലാണെന്ന് എനിക്കറിയാം. 4 ദിവസമായി ഞാൻ പട്ടിണിയിലാണ്. പക്ഷേ അല്ലാഹുവേ, ഈ മാംസവും നീ ഹറാമാക്കിയത് എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത് കണ്ട്, ഞാൻ കഴിക്കുന്നത് കണ്ട് എന്റെ മതത്തോട്, ഞാൻ മതത്തിന്റെ വിശ്വാസങ്ങളോട് പിന്മാറി എന്ന് എന്നെ താറടിച്ചു കാണിക്കാൻ, അവർ സന്തോഷിക്കാൻ ചെയ്യുന്ന ഈ പരിപാടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല റബ്ബേ. ഞാൻ ഇങ്ങനെ മരിച്ചാലും അവരിങ്ങനെ ഇത് കണ്ട് സന്തോഷിക്കരുത്, ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ അനുവദിക്കില്ല, ഞാനത് തൊടുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് അത് തൊടാതെ പോയ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മി രാജാവ് വീണ്ടും ഇവിടുന്ന് പുറത്തിറക്കിയത് 6-7 സ്വഹാബിമാരെ ഒരു വലിയൊരു ചെമ്പിൽ തിളച്ച എണ്ണയിൽ ജീവനോടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന അദാബ് കാണുമ്പോൾ മനസ്സൊക്കെ പടച്ചു പോകും. നമുക്ക് ഉറക്കം വരൂല, ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല റബ്ബേ. പാവം മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ? സ്വഹാബികൾ അതിലേറെ സഹിച്ചു. 6-7 സ്വഹാബിമാരെ തിളച്ച എണ്ണ തിളപ്പിച്ചിട്ട് ജീവനോടെ അവിടെ പിടിച്ചു വെക്കപ്പെട്ട സ്വഹാബിമാർ പറഞ്ഞു, അബ്ദുല്ലാ, നീ പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം കരഞ്ഞു. എന്തിനാ കരച്ചിലെന്ന് ചോദിച്ചു. ഞാൻ കരയുന്നത് എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ, ഇതൊന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്റെ തടി തീർന്നില്ലേ? എനിക്ക് ഇങ്ങനെ 1000 ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണ്. ഒന്നല്ലേ ഉള്ളൂ, ആ സങ്കടത്തോടാണ് ഞാൻ കരയുന്നത്. ഇത് കണ്ടപ്പോഴാണ് രാജാവിന് ബോധ്യപ്പെട്ടത്, ഇസ്ലാം, ഇവര് മുസ്ലിം ആകുന്നത് പൈസക്ക് വേണ്ടിയല്ല. ഇവർ ഇസ്ലാം സ്വീകരിച്ചത് സത്യം, ധർമ്മം, യുക്തിബദ്ധമായൊരു വിശ്വാസ പ്രമാണം, ഇത് ലോകത്ത് ഇത് മാത്രമുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മിയെ ഒന്നും ചെയ്യാതെ ശിക്ഷിക്കാതെ ഇയാൾ വെറുതെ വിടാൻ പോവുകയാണ് രാജാവ്. ഈ മനുഷ്യന്റെ ഈമാനിന്റെ ഘനം കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ഘട്ടം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളെ കീഴടങ്ങി കൊടുക്കൂലേ? അന്നേരം രാജാവ് പറഞ്ഞു, അബ്ദുള്ള, അവസാനത്തെ ഒരു ചോദ്യം, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെക്കുമോ? നെറ്റിയിൽ ഉമ്മ വെക്കെന്ന് പറഞ്ഞാൽ ഞാൻ താഴെയാണ്, നിങ്ങൾ മീതയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചു, ഞാൻ ഒന്നുമല്ല എന്നൊരു സമ്മതിപ്പിക്കലാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനത് ചെയ്താൽ എന്റെ കൂടെയുള്ള 10, 70, 80 സ്വഹാബിമാർ, മുസ്ലിമീങ്ങൾ, താബിഈങ്ങളുണ്ട്, അവരെ നിങ്ങൾ വിട്ടയക്കണം എന്റെ കൂടെ. അദ്ദേഹം പറഞ്ഞു, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചാൽ നിന്നെ ഞാൻ വിട്ടയക്കാം. മഹാനവർ പറഞ്ഞു, ഞാനത് ചെയ്യാം, പക്ഷേ എന്റെ കൂടെയുള്ള 80 ആളുകളുടെ ജീവൻ അതുകൊണ്ട് രക്ഷപ്പെടണം, എന്റേത് മാത്രമല്ല. ഞാൻ തരാം. രാജാവിന് എങ്ങനെയെങ്കിലും അബ്ദുല്ലാഹി തങ്ങൾ കീഴടങ്ങണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തി. അങ്ങനെ ആ രാജാവിന്റെ നെറ്റിയിൽ അദ്ദേഹം ഉമ്മ വെച്ചു. ഒന്നുമില്ല, പ്രതീകാത്മകമായി ആ ഒരു സാഹചര്യം 80 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ. ആ സംഭവം കഴിഞ്ഞ് വരുമ്പോഴാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദീന
മദീനക്കാരായ മുഴുവൻ പുരുഷന്മാരും മദീനയുടെ ഗേറ്റിലേക്ക് നിൽക്കണം. ഇനി വരാനുള്ള അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ നെറ്റിയിൽ നിങ്ങൾ ഉമ്മ വെക്കണം. അന അബ്ദഉ ബിഹിം, ഞാനാണ് അത് ആദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ നെറ്റിയിൽ ഉമ്മ ചാർത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനക്കാർ മുഴുവനും. അതൊരു ഈമാനാണ്. നമ്മളെവിടെ കിടക്കുന്നു? നമ്മുടെ ഈമാൻ എവിടെ കിടക്കുന്നു? മുഅ്മിനേ, അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ മഹ്ബൂബാക്കി തരണേ റബ്ബേ. ഈമാനോടൊരു ഇഷ്ടം വരണം. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനോട് ഇഷ്ടം വരിക, അറിയുമ്പോഴാണ് അതിനോട് ബഹുമാനം വരിക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. അതുകൊണ്ട് മുഅ്മിനേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൗണ്ട് പെർഫെക്റ്റ് ആണ്. സൂറത്തുൽ മാഇദ ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുകാരെ പറ്റി അറിയും. ചിലർ പറയില്ലേ, ഓനെ കുറച്ച് അഫയർ പ്രശ്നമുണ്ട്, ഓൻ പെണ്ണിന്റെ ആളാണ്, ഓൻ കള്ളിന്റെ ആളാണ്, ഓൻ മയക്കുമരുന്ന്, ഒന്ന് മയങ്ങനുണ്ട്, ഓൻ പെയിന്റ് അടിക്കുന്നുണ്ട്, ഓൻ അതുണ്ട്. പല പെയിന്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്, മയക്കുമരുന്നിന്റെ പല കൂട് ഭാഷകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതറിയുന്ന കൂട്ടുകാരെ അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യണില്ലല്ലോ. അങ്ങനെയല്ല, നീ അത് ചെയ്യല്ലടാ. നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാന്റെ അടുത്ത് മയക്കുമരുന്ന് അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. യുഹ്ശറുന്നാസു അലാ മാ മാതു അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് അദാബല്ലടോ. നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാര് പറയണം. കൂട്ടുകാര് സുഹൃത്തിനോട്, പെണ്ണ് പെണ്ണിനോട്, ആണിനോട്, കൂട്ടുകാരോട്, കൂട്ടുകാരികൾ കൂട്ടുകാരികളോട് തിന്മയിൽ നിന്ന് മോചിപ്പിക്കണം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കറിയാം, കൂട്ടുകാർക്കറിയാം, അവർ വലിയ രസത്തിലാ പറയാം, അത് അവന്റെ ഫ്രണ്ട് നമുക്കറിയാം. നീ എന്തെങ്കിലും ഇടപെട്ടോ, അവരോട് പറഞ്ഞോ ഇത് തിന്മയാ, ചെയ്യരുത്, അരുതാത്തതാണ്, അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരു വിവാഹത്തിലൂടെയുള്ള ഒരു കുടുംബജീവിതമല്ലാതെ വഴിവിട്ട ഈ ബന്ധങ്ങൾ പാടില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരിയോട്. ഒരു വിഭാഗം ശപിക്കപ്പെട്ടു. ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടൂല എന്നല്ലേ. റഹ്മത്ത് കിട്ടാതിരുന്നാൽ അവരുടെ കൂടെയുണ്ടാകുന്നത് പിശാചാണ്. പിന്നെ അവരുടെ തലയിൽ പലതും വരും. മക്കളെ അറുത്തു കൊല്ലുന്നതും, കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതും, വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു നേരത്തെ തലക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത് കൊണ്ട് പ്രേമം തലക്ക് കയറി 2 കുഞ്ഞിന്റെ ഉമ്മയും 3 കുഞ്ഞിന്റെ ഉമ്മയും 2 കുഞ്ഞിന്റെ വാപ്പയും 3 കുഞ്ഞിന്റെ വാപ്പയും ഇറങ്ങി ഓടുന്നതും പിശാച് തലയിൽ കയറിയത് കൊണ്ടല്ലേ. ഒരു നേരം ബോധമുണ്ടെങ്കിൽ ഇത് ചെയ്യോ? അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കുമ്പോഴാണ് ഓർമ്മ വരും, എന്തിനിപ്പോ ഞാനിതൊക്കെ ചെയ്തത്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണിപ്പോ ഞാൻ ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ചത്, കോടതി വരാന്തകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യം കൈവിട്ടു പോയിട്ടുണ്ടാകും. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്, അവര് ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ അവരാരും അത് എതിർക്കാറില്ലായിരുന്നു. നബിതങ്ങൾ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവർ അവരോടൊരു വെറുപ്പ് തോന്നാതെ വൈകുന്നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണല്ലോ അനഹുമുല്ലാഹു വഹവലഹും ഖിറദതൻ വഖനാസീർ, അല്ലാഹു അവരെ കുരങ്ങുകളായും പന്നികളായും രൂപം മറിച്ചത്. അതിന് കാരണം തിന്മകളോടൊരു വെറുപ്പ് തോന്നാത്തത്. ആദ്യം തിന്മകളോട് വെറുപ്പ് തോന്നണം.
ബാങ്ക് പലിശയാണ്. ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമു തന്നെ. അതിനൊന്നും നമ്മൾ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഖിറവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവും. അത് അവര് നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു ഒരു ജോലിയും കിട്ടിയില്ല, ബാങ്ക് ജോലി കിട്ടിയ നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു. റെക്കമെൻഡേഷൻ നടക്കുക. നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം 70,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷം, പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാൻ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടേത്. പലിശയുടെ ഇടപാടുകളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഒരു മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാൻ എതിർത്ത് എന്ത് ക്ലിപ്പറക്കിയിട്ടും കാര്യമില്ല. മുസ്ലിമിനത് പറ്റൂല. ഞാൻ മുസ്ലിമിനെ പറയുന്നത്. മുസ്ലിം അല്ലാത്ത പലരും ഇതൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കേട്ടേക്കാം. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ഇത് മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. നമുക്കത് പാടില്ല. വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നതിന്റെ അർത്ഥം. അത് കുറ്റകരമാണ്. നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവര്. മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. അല്ലാഹു അലം. മലകളോളം അമലുമായി വരുന്നവര് അല്ലാഹു പൊടിപൊടിയാക്കി കളയുമെന്നാണ്. അല്ലാഹു സ്വീകരിക്കൂല. ഭയങ്കരമായ ദിക്റും സലാത്തും ഹജ്ജും കൊല്ലം ഉംറയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റമദാൻ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. നാട്ടില് വട്ടിപ്പലിശേനെ പരിപാടി. ഒരു കാര്യമില്ല. ആകാശങ്ങ് പോയി എയർലൈൻസിന് ലാഭായി എന്ന് മാത്രം, വേറൊന്നും കിട്ടിയില്ല. ട്രാവൽസ് يجعلها الله هباء منثورا جلهم لنا صفهم لنا يا رسول الله لئلا نكون منهم ونحن لا نعلم. നബിയെ അത് ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? ആരാണ് അല്ലാഹു അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ? ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആരാണെന്ന് അറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. അല്ലാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവര് ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. ചെയ്തവരാണെന്നല്ല. ദീനിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ, ഉസ്താദുമാര് വരും, മുഅല്ലിം, ചെറിയ ക്ലാസ്സിലെ 1-ാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതല്, അങ്ങ് സ്വദർ മുതല്, വഅദ് പറയുന്ന ആള് മുതല്, മുദർരിസ് മുതല്, ഖാദി മുതല്, ഖാദിൽ ഖുദാത്ത് മുതല്, എല്ലാവിധ മുഫ്തിമാരുടെ മുഫ്തിമാര് മുതല്, എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര്, വിദ്യാർത്ഥിനികള് മുഴുവൻ, ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാ, ആരാരും അറിയില്ല എന്ന് കണ്ടാൽ, ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമല് എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ? തെറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാൾ വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ വിളിച്ചാൽ ഇറങ്ങി വരും. അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം റെഡിയാണ്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് പറ്റിയ ടീമുണ്ട്. നമ്മുടെ
നാടുകളിലുള്ള എനിക്കറിയില്ല ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളൊക്കെ ഉള്ളൊരു കാടുകള് ഒക്കെ കള്ളും കുപ്പിയായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാര് കയറി കള്ളുടിക്കാൻ വരിക. പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമുള്ള തണുത്ത കാറ്റടിച്ച് വീശുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴ ഉണ്ടല്ലേ, കേരളയിലെ പുഴക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിയിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഇവിടെ നല്ല മദ്യം പൊളി മാത്രല്ല, അതിന്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവനൊന്നും ചെയ്തില്ല. പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ ഇത്തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയണത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യലല്ല വിഷയം, തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവര് നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ. റബ്ബേ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബേ. പടച്ചോനെ പുറത്തുതാ, അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബേ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു റബ്ബേ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് 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 മടുത്തു. തിന്മയിൽ ഒരു സമാധാനവുമില്ലാതെ ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്. ഒരു വ്യഭിചാരം ചെയ്തവന് രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും. അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവള് കഴിഞ്ഞാൽ വേറൊരുത്തിയെ. ദുന്യാവെന്നവന്റെ ആശ തീരൂല. സുബ്ഹാനല്ലാഹ്. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരില്ല. നേരെമറിച്ച് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റേത് സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാരജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മലക്കുൽ മൗത്തിനെ കാണാൻ പോകുന്ന നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സ്വന്തം കൂടെയുള്ള ആളുകളോട് ഉപദേശിച്ചു കൊടുത്ത മഹാനല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യാ ലൈതനി يا ليت أمي لم تلدني يا ليتني ما عرفت الحياة يا ليتني ما توليت الخلافة. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്ന് മരണം മുന്നിൽ കാണുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണത്. യാ ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. ആരായി പറയണത്? സ്വർഗത്തിലേക്ക് പോയിക്കോളൂ ഉമറേ, നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുന്നവരെന്റെ വലതുഭാഗത്ത്, ഉമറേ നിങ്ങൾ എന്റെ ഇടതുഭാഗത്ത്. നമ്മൾ ഇങ്ങനെ തോളിൽ പിടിച്ച് സ്വർഗത്തിൽ പോകും. ഹഖദാ യദ്ഖുലു സലാസത്തുൽ ജന്ന എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാ, എന്റെ ഉമ്മ എന്തിനെന്നെ പ്രസവിച്ചു, എന്തിന് ഞാൻ ജീവിച്ചു, യാ ലൈതനി മാ തവല്ലൈതുൽ ഖിലാഫ, എനിക്ക് എന്തിന് അധികാരം, എനിക്ക് എന്തിന് ഖിലാഫത്ത് വേണ്ടില്ലായിരുന്നു എന്ന് പരിതപിക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പിന്നെ എന്താ പറയാ? ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിതപിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു طوبى لك يا أمير المؤمنين والله يا ليت أيامك تتكرر أيا عمر الفاروق هل لك عودة فإنا يجوش الروم تنهى وتأمر رفاقوك في الأغوار شدوا سروجهم وجيشوك في حطين صلوا وكبروا تغني بك الدنيا كأنك فاتح على بركات الله يرسو ويبحر
ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചു പോയ ഒരു ലെഗസിയാണ് ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ പൈതൃകം പിന്തുടരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ വിളക്കിൽ നിന്നാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത്. മഹാനവറുകൾ വയർ കുത്തിക്കീറി ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ സ്വല്ലൈത്, ഞാൻ നിസ്കരിച്ചുവോ? സുബഹിക്ക് ഇമാമ് നിൽക്കുമ്പോഴാ മെഹ്റാബിലൂടെ ഒരാള് കത്തിയുമായി വന്ന് ഫാറൂഖ് തങ്ങളുടെ വയറിന് 9 കുത്തുകുത്തിയത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വീണതാണ്. നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചത് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയോ എന്നല്ല, ഹൽ സ്വല്ലൈത്, ഞാൻ എന്റെ സുബഹി അത് മുഴുവനാക്കിയോ? എന്റെ സുബഹി ഞാൻ നിസ്കരിച്ചോ? ഹൽ സ്വല്ലൈത്. അവര് പറഞ്ഞു, യുഈനുകല്ലാഹു വതുസല്ലി, ഉമറേ, അല്ലാഹു നിങ്ങളെ നിസ്കരിക്കാൻ സഹായിക്കും, നിങ്ങൾ നിസ്കരിച്ചേക്കും, പേടിക്കണ്ട. വയറങ്ങട്ട് പൊളിഞ്ഞു കിടക്കുക, കുടൽമാലകൾ മുഴുവൻ മുറിഞ്ഞു പോയി. ഗ്ലാസ് വെള്ളം കൊടുത്തു, പുറത്തു വന്നു. അപ്പൊ ചോരയിൽ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചത് ചോരയാണോ അറിയില്ലല്ലോ. അപ്പൊ പാല് കൊടുത്തു, നോക്കുമ്പോ ആ പാൽ അതുപോലെ ചോരയിൽ കലർന്നു. അപ്പൊ മനസ്സിലായി ഇത് രക്ഷപ്പെടൂല. ഹൽ സ്വല്ലൈത്. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വലാത്ത അസ്വലാ, നിസ്കാരം നിസ്കാരം. അല്ലാഹ അല്ലാഹ ഫിസ്വലാ, ജനങ്ങളെ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ, അല്ലാഹുവിനെ ഓർക്കണേ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. ഉമർ തങ്ങൾ അവസാനം പറയുന്ന വാക്കുകളാണ്. എന്റെ കുട്ടികൾ ആരാ നോക്കാന്നോ, എന്റെ ഭാര്യ എവിടെ, എന്റെ പേരക്കുട്ടികൾ എവിടെ, അവരൊക്കെ ഒന്ന് മുഖം കാണട്ടെ, ഒന്നുമല്ല പറയണത്, ഒന്നുമല്ല പറഞ്ഞത്. നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുത്തേറ്റ് കിടക്കും, എന്റെ ഉമ്മാനെ കാണിച്ചു തരോ, അപ്പാനെ കാണിച്ചു തരോ, ഭർത്താവിനെ കാണിച്ചു തരോ, ഭാര്യനെ കൊണ്ടുവന്നരോ, ഒന്നുമല്ല. അല്ലാഹ അല്ലാഹ ഫിസ്വലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വയലിന് ഇരുന്നിട്ട് സുബഹി ഖളാവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എണീറ്റ് പോയിക്കോളി, അല്ല സുബഹി നിസ്കരിച്ചാൽ മതി, വയൽ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം. അല്ലാഹ അല്ലാഹ ഫിസ്വലാ, നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ. ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം, പുതിയണ്ണനും നിസ്കാരമില്ല, മേക്കപ്പ് ചെയ്തിരിക്കല്ലേ, പുതിയാപ്പിളക്കും നിസ്കാരമില്ല, അമ്മായിമാക്കും നിസ്കാരമില്ല, അമ്മോശനും നിസ്കാരമില്ല, ഒക്കെ അങ്ങനെ ചിരി ഓണാക്കി ഇരിക്കന്നെ. രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ ഓതുണ്ടാക്കിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ? ആ ആദ്യ രാത്രി കാളരാത്രിയല്ലേ, നിസ്കാരമില്ലാതല്ലേ കൊണ്ടുവന്ന്. സുബ്ഹാനല്ലാഹ്. പുതിയനോട് നിസ്കരിച്ചോ എന്ന് ആരെങ്കിലും പറയില്ല, ആരെങ്കിലും ചോദിക്കണ്ടേ, ഓക്കുന്ന നിസ്കാരം വേണ്ടെന്നാ മസ്സലാന്ന വിചാരം. ഓൾന്ന് പുതിയണ്ണല്ലേ. സുബ്ഹാനല്ലാഹ്. മേക്കപ്പ് ഒക്കെ ഇടുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് അണിച്ചൊരുക്കുകയാണ്. പുതിയണ്ണാണ്, പുതിയനാരിയാണ്, ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെ, ഒതു കൊടുത്തിട്ട് ആക്കി കൊടുക്കുക, അവള് നിസ്കരിക്കട്ടെ. ദുഹൂറും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ നിസ്കരിക്കട്ടെ. സുബഹിയും വേണം. കല്യാണത്തിന്റെ തലേന്ന് സുബഹി ഉണ്ടാവില്ല, അന്ന് ഉച്ചക്ക് ദുഹൂറുമില്ല, അസ്റുമില്ല, മഗ്രിബും ഇശാവും ആവണമെന്നല്ല. അല്ലോ പെരുങ്കല്യാണം എന്ന് പറഞ്ഞിട്ടിരിക്കല. കല്യാണത്തിന് പോയോലും വന്നോലും അവർക്കും നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. എന്ത് കല്യാണം, എന്ത് സന്തോഷം. ഉമർ തങ്ങൾ വയറ് കുത്തിക്കീറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞ വാക്കാണിത്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, നിസ്കാരം ഒഴിവാക്കിയവന് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ. എത്ര സ്വതക്കയും ദാനം കൊടുക്കുന്നു, നിസ്കരിക്കൂല, ആ മനുഷ്യന് പുല്ലുവിലയാണ് ദീനി. എന്നിട്ട് പറഞ്ഞു, മൻ ഹഫിള സ്വലാത ഹഫിളഹുല്ലാഹ്, നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. അല്ലാഹ് രക്ഷിക്കും. ഭരണാധികാരിയോ പോലീസ് പട്ടാളൊന്നല്ല, അല്ലാഹുവിന്റെ രക്ഷ വരും നിസ്കരിക്കുന്നവർക്ക്. വമൻ ളയ്യഅ സ്വലാത ളയ്യഅഹു അല്ലാഹ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉമർ തങ്ങൾ വഹി കിട്ടുന്ന ആളല്ല, പക്ഷെ വഹി പോലെ ഇൽഹാം കിട്ടുന്ന മഹാനാണ്. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുഖല്ലമീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മൾ നിസ്കരിക്കണില്ല, നിസ്കരിക്കാതെ വേല കേട്ടിട്ടും കാര്യമില്ല. ഒരു വേല കേട്ടാണ് ഉറങ്ങി, നിസ്കരിച്ചിട്ടില്ല, ഒരു കാര്യമില്ല.
اللهم لا تجعل هذا حجة علينا يا رب. من حفظ الصلاة حفظه الله ومن ضيعه ضيعه الله. എനിക്ക് ഉളുർത്ത് തരുന്നു പറഞ്ഞു ചോരങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുക, വയറ് കീറി കിടക്കണം, വയറ് പൊളിഞ്ഞു കിടക്കാൻ, കുടലൊക്കെ പുറത്തിയാടിയിട്ടുണ്ട്. ആ രംഗം ആലോചിച്ച് നോക്കി. ഒന്നും ഹോസ്പിറ്റലില്ല, ഏത് എമർജൻസി ഇവിടെ കൊണ്ടുപോകും, കുടൽമാല മുഴുവൻ പുറത്താണ്. നമ്മൾ അറിയണം, ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അള്ളാഹുവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഈ വയറും കീറി അതൊക്കെ പുറത്തിയാടൂലേ? മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒക്കെ ഒരു വലുപ്പം, ബ്ലാഡർ എത്ര വികസിക്കും. ഉമർതങ്ങളുടെ ശരീരം കണ്ട് പൊളിഞ്ഞു കിടക്കും. ഉമർതങ്ങൾ വലിയ ആകാരമുള്ള മഹാനാണ്. ഉമർതങ്ങൾ ഭയങ്കര ഹൈറ്റായിരുന്ന സ്വഹാബിമാരെ പറയും, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഞങ്ങളിൽ വലിയ ഹൈറ്റുള്ള ആളൊക്കെ ഉമർതങ്ങളുടെ തോളിന്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. അത്രക്കന്നെ ഈമാൻ. ശൈത്താൻ കണ്ട പേടിച്ചു ഓടുന്നല്ലേ പറഞ്ഞത്. ഉമർതങ്ങളെ കണ്ട പിശാച് വേറെ വഴിക്കാൻ പോവാ വരുന്നുണ്ട്. അത് നബി തങ്ങൾ കൊടുത്ത ബഹുമാനമാണ്, ഉമർ തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച് വേറെ വഴിക്ക് പോകും, നിങ്ങളുടെ അടുത്ത് പിശാച് വരില്ല. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ആ കടന്ന കടപ്പിൽ ഒതു കൊടുത്തു. സുബ്ഹി ഖളാ കൂട്ടി. ഒരു റക്അത്ത് ബാക്കിയുണ്ടായിരുന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിസ്കാരമില്ലാതെ അല്ലാഹു രക്ഷപ്പെടുത്തൂലല്ലോ. നിസ്കാരമില്ലാതെ എന്ത് ഇസ്ലാം, നിസ്കാരമില്ലാത്തവൻ എന്ത്. കുറെ തിയറിയും കുറെ ഫിലോസഫിയും പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം വേണ്ടേ, എനിക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഈ വാദ കേൾക്കുന്ന ഇന്നത്തെ ഈ സദസ്സ് നിശ്ചയിക്കുക, മരണം വരെ, തലയിലെ ബുദ്ധിയുള്ള കാലം വരെ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബേ. റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും. ഞാൻ എൻ്റെ റബ്ബിനോട്, നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ വെച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ഈ ഉമ്മത്ത് മുഴുവൻ നിസ്കാരം നിലനിർത്തിയാൽ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹിഫ്ള് ഉണ്ടാകും. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു രക്ഷിക്കും, ഉമ്മത്തിന് രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖളാഅല്ലേ, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടിയെടുക്കുക. അത് വീട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും. ഞാൻ ഓരപ്പാന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട. നാളെ അത് മുമ്പോട്ടിനെത്തിയാൽ അത് പോരാന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. അവിടെ ഖളാ വീട്ടി പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. ആ നിലക്കാണ് ഉമർ തങ്ങൾ കിടക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി സെക്കൻഡുകളുള്ളൂ ജീവൻ വിട പറയാൻ. വേദനയാണ്. പക്ഷെ ഫാറൂഖ് എന്നവര് വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല. നല്ല ഓർമ്മയിലാണ് ഉമർ തങ്ങൾ വഫാത്താകുന്നത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉമർ എന്നവരെ സാരമില്ല, ഉമർ എന്നവരെ സാരമില്ല, സാരമില്ല, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഹബീബല്ലേ, നിങ്ങൾ രക്ഷപ്പെടും. പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം. ഉമർ തങ്ങൾ റുദ്ദു അലയ്യ അൽഫത, ആ ചെറുപ്പക്കാരനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയേ, ഇർഫഇ ഇസാറക ഫഇന്നഹു അൻഖാലി സൗബിക വഅത്ഖാലി റബ്ബിക. എന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് മോനെ, ആ വസ്ത്രം മേലെ വെക്ക്. നെരിയാണിക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം താഴ്ത്തല്ലേ. ഫഇന്നഹു അൻഖാലി സൗബിക, നിന്റെ വസ്ത്രം ശുദ്ധമാവാനും വഅത്ഖാലി റബ്ബിക, നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമാവാനും അല്ലാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാനും നല്ലത് അത് നെരിയാണിക്ക് മീതെ നിർത്തലാണ് എന്ന് സക്കറാത്തിൽ ഉപദേശിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ കിടക്കുമ്പോൾ ഉപദേശം കൊടുത്ത മഹാൻ. ആ ഒരു മഹത്വം കിട്ടിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്തുകൊണ്ട് ഒരു തിന്മയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മുടെ വിഷയം അതാണ്. തിന്മകളെ കണ്ടില്ലെന്ന് പറയല്ലേ.